ഓർമ്മിച്ചെടുക്കുവാൻ ഇത്തിരി അറിവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നീട് ഓർത്തുവെക്കുവാൻ ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിക്കും പച്ചക്കുതിര. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ എന്നോടൊപ്പം ഈ മത്സരവേദിയിലുണ്ടായിരുന്നത് നമ്മുടെ പ്രിയ നടൻ ടിനി ടോമും ഭാര്യ രൂപയുമായിരുന്നു. ഞാൻ ഈ മത്സരം കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടി അവരെ സ്നേഹപൂർവ്വം പച്ചക്കുതിരയുടെ വേദിയിലേക്ക് ആനയിക്കട്ടെ. ടിനി ടോം ആൻഡ് രൂപ. നമസ്കാരം. ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ കോൺഫിഡന്റ് ആയോ? ഇവിടെ തന്നെ ഇരുന്നാൽ കൊള്ളാമെന്നുണ്ട്. ശരി. സാധാരണ ടിനിയെ പോലുള്ള ഒരു കലാകാരൻ എന്റെ മുമ്പിൽ വന്നിരുന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തെങ്കിലുമൊക്കെ കലാപ്രകടനങ്ങൾ, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തമാശകൾ, അല്ലെ? അതെ അതെ, ടിനിയിൽ നിന്ന് പ്രതീക്ഷിക്കും. പക്ഷെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യിക്കാൻ സാധിച്ചിട്ടില്ല. സമയം കിട്ടിയില്ലോ. അതിനുമുമ്പ് എപ്പിസോഡ് തീർന്നുപോയി. അതെ അതെ, ഇനിയുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. 1 മണിക്കൂർ സമയമുണ്ട്. അപ്പൊ അതിനുള്ളിൽ ഈ പ്രോഗ്രാമിനെ ഇമിറ്റേറ്റ് ചെയ്തല്ലെങ്കിൽ പോലും ഇതുപോലുള്ള മറ്റൊരു ക്വിസ് പ്രോഗ്രാമിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് അത് ഇനി കൂടുതലും ആൾക്കാർക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് ക്വിസ് പ്രോഗ്രാം ഉണ്ട്. പക്ഷെ സിനിമയിലുള്ള ആൾക്കാരും വളരെ ശ്രദ്ധിക്കും. അതിനോടൊപ്പം ഇൻഫോർമേഷന്റെ ഒപ്പം എന്റർടൈൻമെന്റും അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഭയമുണ്ട്. കാരണം ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ പോലും ചിലപ്പോൾ നമുക്ക് ഇതിന്റെ പകപ്പിൽ പറയാൻ പറ്റില്ല. ആ ഒരു ടെൻഷനില്ല. അപ്പൊ നമ്മൾ വെറും മണ്ടനായി പോകും എന്നുള്ള, അതുകൊണ്ട് ഭയത്തോടു കൂടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഭയപ്പെടണ്ട. ഇപ്പൊ നമ്മൾ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്ക് എല്ലാം അറിഞ്ഞുകൊണ്ടല്ല ആളുകൾ വരുന്നതും അതിനുത്തരം പറയുന്നത്. ഇപ്പൊ ഒരു ചോദ്യം ചോദിച്ചു, അതിന്റെ ഉത്തരം ചിലപ്പോൾ കൃത്യമായി നമുക്ക് ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ ഇതാവാൻ സാധ്യതയില്ല. ഇതായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളൊരു ഉത്തരം കണ്ടെത്തുന്നത്. അപ്പൊ എല്ലാം പഠിച്ചുകൊണ്ട് ആർക്കും വരാൻ പറ്റില്ല. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന്റെ ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കും ഉണ്ടാവുകയാണ് ഒരു പുതിയ അറിവ്. അങ്ങനെയല്ലേ നമ്മൾ ഇത്തരം പരിപാടികൾക്ക് എപ്പോഴും അങ്ങനെയാണ്. ഇത് ടിനിയെപ്പോലുള്ള ആളുകൾ ഇതിൽ പങ്കെടുക്കാൻ വരുമ്പോൾ ഇത് കുറെ കൂടി രസകരമാവുകയാണ്. ആളുകൾക്ക് ഇത് കുറച്ചുകൂടെ കണ്ടുകൊണ്ടിരിക്കാനും കേട്ടുകൊണ്ടിരിക്കാനും ഒക്കെ കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി. അപ്പൊ ഒട്ടും ഭയപ്പെടണ്ട. നല്ല ഉത്തരം അറിയാവുന്നൊരു ചോദ്യം ചോദിക്കട്ടെ? ഓക്കെ, പച്ചക്കുതിര അടുത്ത ചോദ്യത്തിലേക്ക്. SS ഭട്നാഗർ പുരസ്കാരം ഏത് രംഗത്താണ് നൽകി വരുന്നത്? രൂപ, ഓപ്ഷൻസ് തരട്ടെ. ഓപ്ഷൻസ് പ്ലീസ്. A ചരിത്രം, B സാഹിത്യം, C ശാസ്ത്ര സാങ്കേതിക വിദ്യ, D കായികം. യുവർ ടൈം ബിഗിൻസ്. ഭാര്യയോടും ചോദിക്കാമല്ലേ? ഭാര്യയോട് ചോദിക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്താണോ, അതോ കായിക രംഗത്താണോ, സാഹിത്യ രംഗത്താണോ, ചരിത്ര രംഗത്താണോ SS ഭട്നാഗർ പുരസ്കാരം? വൈഫ് ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗത്താണ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നതെന്നാണ് പറയുന്നത്. സമയവും വളരെ കുറച്ചുകൂടെ നമുക്ക് കൺഫേം ചെയ്യാം, അല്ലേ? പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. C ശാസ്ത്ര സാങ്കേതിക വിദ്യ. ഇനിയിപ്പോ അധികം ആകാംക്ഷയ്ക്ക് വെച്ചുകൊണ്ടിരിക്കണ്ട, അല്ലേ? പച്ചക്കുതിര പറന്നൊന്നിരിക്കട്ടെ ശരിയായ ഉത്തരത്തിലേക്ക്. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? വെരി ഗുഡ്. അതിനുവേണ്ടിയാണ് കൊണ്ടുവന്നത്. അധികം സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണോ? അതെന്താ? തന്നെ പറഞ്ഞില്ലേ, കൈവിട്ടുപോയ ആയുധവും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ. അങ്ങനെയാണോ രൂപ പൊതുവെ വീട്ടിലധികം സംസാരിക്കുന്ന കൂട്ടത്തിലാണോ, അതോ മിതഭാഷിണിയാണോ? സംസാരിക്കാറൊക്കെ ഉണ്ട്. എനിക്ക് മാത്രമേ കൃത്യമായിട്ട് പല കാര്യങ്ങളും മനസ്സിലാവാറുള്ളൂ. അതെന്താന്നുള്ളത് കുറച്ചൊന്ന് സംസാരിച്ചു നോക്കുക. എന്താണ്? പക്ഷെ ഞാൻ സംസാരിച്ചത് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. ചില വാക്കുകളൊക്കെ ഉച്ചരിക്കുന്നത് വേറെ രീതിയിലേക്കാണ്. അതാണ് എനിക്ക് എന്താന്ന് പറഞ്ഞാൽ മലയാളം നന്നായിട്ട് പറയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം ഇത്രയും നല്ലൊരു ഭാഷ വേറെയില്ല. മലയാളം പറയാവുന്നതിന് ലോകത്തെ ഏത് ഭാഷയും പറയാൻ പറ്റും. ഇപ്പോ ഞാനൊരു കവി പറഞ്ഞു തന്നാണ്, ജയകുമാർ ചെങ്ങമനാട് എന്ന് പറഞ്ഞ്. മലയാളത്തിന് 5 സ്വരസ്ഥാനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ ചൈനീസ് ഭാഷയാണ് ലോകത്തെ ഏറ്റവും കഷ്ടപ്പാട്. പക്ഷെ അവരുടെ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. മലയാളം എന്താണ്? ഖണ്ഡ്യം, താലവ്യം, മൂർധന്യം, ദന്ത്യം, ഓഷ്ട്യം, അങ്ങനെ 5 ഇതുണ്ട്. ഖണ്ഡം വെച്ച് പറയുന്നത്, കുറുനാക്ക് വെച്ച് പറയുന്നത്, അണ്ണാക്ക് വെച്ച് ഈ പല്ലിന്റെ തുമ്പത്ത് ഈ ചുണ്ട്. ഞാൻ മിമിക്രിയിൽ ഇതെല്ലാം ഉപയോഗിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്ക് കഴിവുള്ളൊരു കലയാണോ മിമിക്രി? കാരണം മിമിക്രിയിലാണ്. ഇപ്പൊ ജനാർദ്ദനെ എടുക്കുമ്പോൾ അയ്യോ എവിടെയാണ് പോകുന്നത് അതിലേക്ക് വരും. കുറുനാക്ക് വെച്ചിട്ടാണെങ്കിൽ
നമ്മുടെ ശങ്കരാടിച്ചേട്ടൻ എന്താടോ എവിടെ ആടോ പോകുന്നത് അവിടെ നിന്നാണ് ഈ മൂർധന്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ മമ്മൂക്കൊക്കെ പറയുമ്പോൾ അങ്ങനെ എന്താ ഈ ഇത്രയും വരുള്ളൂ. പിന്നെ സുരേഷ് ഏട്ടൻ പറയുമ്പോഴാണ് പല്ലും ചുണ്ട് പുല്ല് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്രയും സ്വരസ്ഥാനങ്ങളുള്ള ഒരു മലയാളിക്ക് എന്ത് ഭാഷയും ലോകത്ത് സംസാരിക്കാൻ സാധിക്കും. പക്ഷെ ചിലര് വന്നു കഴിയുമ്പോൾ ഞാൻ ഒരാളെ പ്രത്യേകിച്ച് പറയുന്നത് പെൺകുട്ടികളാണ് പെട്ടെന്ന് മലയാളം മറന്നുപോകും. അത് എനിക്കൊരു വിഷമം തോന്നാറുണ്ട്. കാരണം അത് ജനങ്ങൾക്ക് ഇഷ്ടമല്ല. മലയാളം പറയാൻ സാധിച്ച ലോകത്ത് ഏത് ഭാഷയും പറയും. വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു പടം കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഒരു ആങ്കറിങ് ചെയ്യുമ്പോഴേക്കും ഞാൻ പറഞ്ഞാൽ എന്താണ് അങ്ങനെയല്ല. അത് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നാറുണ്ട്. ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് പറയുക. ഇപ്പോ കർമ്മന്മാര് പറയുന്ന ഇംഗ്ലീഷിന് ഇവിടുന്ന് ഖണ്ഡ്യമാണ്. അവർക്ക് അത് മാത്രമേ പറ്റുള്ളൂ. വിയറ്റ്നാം You're going to Vietnam? ഇങ്ങനെ പറയുള്ളൂ. അപ്പൊ ഫോറിനേഴ്സ് ആണെങ്കിൽ which place you are going to Cochin? അങ്ങനെ വേറൊരു സ്ഥാനമാണ്. ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്നത് നമ്മൾ മലയാളികൾക്കാണ്. അപ്പൊ നമ്മൾ മലയാള ഭാഷ വളരെ കറക്റ്റായിട്ട് പറയുക. അപ്പോൾ നമ്മളിട്ട് എടുത്തു കാണിക്കുക മലയാളമാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭാഷയെന്ന്. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറയാറുണ്ട് ഈ പുരാവായ പുയാന്നൊന്ന് പറയരുത്. അത് ഇനി പറഞ്ഞത് ശരിയാണ്. ഏറ്റവും നന്നായി നല്ല മലയാളം സംസാരിക്കുന്ന ആളുകളുടെ മലയാളം കേൾക്കാൻ നമുക്ക് ഭയങ്കര താല്പര്യം തോന്നും. ഏറ്റവും നന്നായിട്ട് മലയാളം പറഞ്ഞിരുന്ന ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പമില്ല ശ്രീ പി പത്മരാജൻ സാർ. പപ്പേട്ടന്റെ മലയാളം പ്രൊനൗൺസ് ചെയ്യുന്ന രീതി കേൾക്കാൻ തന്നെ ഭയങ്കര രസമായി. അന്ന് ആകാശവാണിയിൽ അദ്ദേഹം പ്രാദേശിക വാർത്തകൾ വായിക്കുവാൻ. ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പത്മരാജൻ എന്ന് പറയുന്നതിന് നമുക്ക് പ്രത്യേക ഒരു ഭംഗിയുണ്ടായിരുന്നു. ഇംഗ്ലീഷ് തെറ്റാൻ പാടില്ല. ഇംഗ്ലീഷ് കറക്റ്റായിട്ട് പറയുന്നതും മലയാളം തെറ്റിച്ച് പറയുന്നതും വലിയ ഫാഷനാണെന്ന് വിചാരിക്കുന്നത്. മലയാളം അറിയില്ല എന്ന് പറയുന്ന ഒരു കഴിവായിട്ട് കരുതുന്ന ആളുകളുണ്ട്. എന്തും അറിവില്ലായ്മ നമ്മുടെ ഒരു പരിമിതി തന്നെയാണ്. മലയാളം നന്നായിട്ട് അറിയണം, നല്ല മലയാളം സംസാരിക്കണം. അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അസിനാണ്. അസിൻ ഇവിടെ ഒരു ഫിലിം അവാർഡ്സിന് കയറി വന്നിട്ട് നമ്മൾ വിചാരിച്ചത് ഹലോ ട്രാം ഇങ്ങനെ പറയുന്നതാണ്. അപ്പൊ അസിൻ വന്നിട്ട് പറഞ്ഞത് നിങ്ങളുടെ സ്വന്തം മരുമകളെ തിരിച്ചെത്തിയിട്ടോന്ന്. അപ്പൊ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മളിൽ നിന്ന് എത്രയോ കാലം ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞു. ബോളിവുഡിലും സൽമാൻ ഖാന്റെ ഒക്കെ അഭിനയിച്ച് തിരിച്ചു. അതുപോലെ പാർവതി ഓമനക്കെട്ടന്റെ ഡയലക്റ്റും ആക്സന്റും മലയാളത്തിൽ വളരെ സ്ഫുടമായിട്ടാണ് പറയുന്നത്. അപ്പോ അതിൽ നമ്മൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നുകയുള്ളൂ. ഒരു കുട്ടി വന്നിട്ട് നന്നായിട്ട് മലയാളം പറയുന്നത്. അമേരിക്കയിൽ നിന്നൊരു കുട്ടി വന്നിട്ട് മിസ് കേരള കോമ്പറ്റീഷന് പച്ച മലയാളം പറഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. പച്ച മലയാളം എന്ന് പറഞ്ഞാൽ ഇതുപോലെ അരച്ച് കലക്കി പറഞ്ഞൊരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല ജീവിതത്തിൽ. അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണമാക്കി പറയുന്നതല്ല, ഇത് ജന്മന ഉള്ളതായിരിക്കാം ചിലപ്പോ. പക്ഷെ എന്റെ കൂട്ടത്തിലുണ്ടെങ്കിൽ തന്നെ ഞാനത് തിരുത്താറുണ്ട്. മറ്റുള്ളവരെ വിമർശിക്കാനൊന്നുമല്ല. നമ്മൾ മലയാളികൾ മലയാളം പറയുക. അത് അക്ഷരത്തിന് വരുന്ന ചെറിയ മിസ്റ്റേക്ക് അത് നമുക്കത് ശീലങ്ങൾ കൊണ്ട് ഇപ്പൊ ഈ സാ പറയുന്നില്ലേ, അങ്ങനെ ചിലർക്ക് അത് ശീലം കൊണ്ട് വന്നു പോകാം. അത് പിന്നെ മാറ്റാം. അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ടിനി പറഞ്ഞതുപോലെ ഒരുപാട് അക്ഷരങ്ങളും ഒരുപാട് ശബ്ദങ്ങളുമുള്ള ഭാഷയാണ്. ഇപ്പൊ നമുക്ക് ഭാ തന്നെ നമ്മൾ ഏതെല്ലാം രീതിയിൽ പറയുമല്ലേ, ബാ പറയും, ഭാ പറയും, ഭാ പറയും, അങ്ങനെ പല രീതിയിൽ പറയാൻ സാധിക്കും. അതുപോലെ നമ്മൾ മലയാളികൾ ഹിന്ദി പറയും, തമിഴ് പറയും, എല്ലാം അതേപോലെ തന്നെ പറയും. ഹിന്ദിക്കാരും ഒന്ന് മലയാളം പറഞ്ഞാൽ അപ്പിടും. സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടും. ശരിയാ. 4000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട മൂന്നാമത്തെ ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര. ഒട്ടാവ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ്? പച്ചക്കുതിര ഓപ്ഷൻസ്: എ ഘാന, ബി കാനഡ, സി ഓസ്ട്രേലിയ, ഡി ന്യൂസിലൻഡ്. യുവർ ടൈം ബിഗിൻസ്. ഞാൻ പോയിട്ടുള്ള സ്ഥലം തന്നെയാണ്. അതായത് ചോദിക്കാൻ വന്നത് ഞാൻ. ഒട്ടാവയിൽ പോയിട്ടുണ്ടോ? കാനഡയിലെ ടൊറാന്റോ പോയിട്ടുണ്ട്. ടൊറാന്റോയിൽ. പക്ഷെ അതിന്റെ ക്യാപിറ്റലാണ് ഒട്ടാവ എന്നുള്ള അറിയാം. ടൊറന്റോയിലാണ് നമ്മൾ എല്ലാവരും പോയിട്ടുള്ളത്. സമയം പോകുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്തു അല്ലേ? ബി കാനഡ ഓപ്റ്റ് ചെയ്തു. കാനഡ. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ബി കാനഡ. സമയമുണ്ട്, ഇനിയുണ്ട് 9 സെക്കൻഡ്. ടൊറന്റോയിൽ നമ്മൾ പോകുന്നത് നയാഗ്ര കാണാനാണ്. ടൊറന്റോയിൽ പോയിട്ട് അവിടെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. കാനഡയിൽ നിന്നുണ്ട്, അമേരിക്കയിൽ നിന്നുണ്ട്, വേറെ സ്ഥലത്താണ്. പക്ഷെ കൂടുതൽ നല്ല വ്യൂ കിട്ടുന്നത് കാനഡയിൽ പോയിട്ടാണെന്ന് പറയാം. അപ്പൊ ടൊറന്റോയിൽ പോയിട്ടുണ്ട്, ഒട്ടാവയിൽ പോകാൻ സാധിച്ചിട്ടില്ല. അതിൽ സ്നോ കൂടുതൽ കാണാൻ പറ്റുന്ന ആ സൈഡിലാണ് ഫുള്ളായിട്ട്. ഈ നയാഗ്ര വാട്ടർഫോൾസ് തന്നെ ഐസായി മാറും എന്നാണ് പറയുന്നത്. ഫുള്ള് അങ്ങനെ തന്നെ ഫ്രീസ് ആയിട്ട് നിൽക്കും എന്ന് പറഞ്ഞത്. ആ സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല, പറഞ്ഞു കേട്ടിട്ടില്ല. 0 ഡിഗ്രി വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഐസായി നിന്നേ പറ്റൂ. -, ഡിഗ്രിയിലൊക്കെ പോകുന്ന സ്ഥലമാണ്. അല്ല, ആ സമയത്തൊക്കെ കുളിക്കാൻ ചെന്നാൽ അതിൽ ഇരുന്ന് പോയി നമ്മള്. അല്ലെങ്കിൽ അവിടെ ആരും കുളിക്കില്ല എന്ന് തോന്നുന്നു. പക്ഷെ അവിടെയും കാണാം താഴെ ബോട്ടിലൊക്കെ ആളുകൾ. അതെ, ബോട്ടിലൊക്കെ ഇങ്ങനെ പോകാറുണ്ട്, കാണാം.
അപ്പോൾ ഉത്തരം ശരിയാണോ എന്ന് ചോദിക്കാം. 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട ചോദ്യമാണ് ചോദിച്ചത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? കാനഡ. പച്ചക്കുതിര ഞാൻ പോണ പോകണ്ടപ്പോഴേ ഇടക്ക് വെള്ളടിയുണ്ടെന്നല്ല പച്ചക്കുതിരക്ക് വേറെ വഴിയൊക്കെ പോകും. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്, രണ്ടാമത്തെ രാജ്യം കാനഡയാണ്. കാനഡയുടെ തലസ്ഥാനമാണ് ഒട്ടാവ. അപ്പോൾ ഒട്ടാവ നമുക്ക് 4000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി നേടിക്കഴിഞ്ഞു. ഇനി 8000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശബ്ദാനുകരണത്തിൽ വലിയ മിടുക്കനല്ലേ? അതെ, ഈ ആഘോഷങ്ങൾ വരുമ്പോൾ ഞാൻ ഇത്തിരി മാറി ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം മറ്റൊന്നുമല്ല, എങ്കിലും പ്രോഗ്രാമും നമ്മളെ ക്ഷണിക്കുകയുള്ളൂ. അത് എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് ഫീൽഡാണ് മിമിക്രി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സിനിമയിലാണെങ്കിലും സ്റ്റേജ് എനിക്ക് ഭയങ്കര ക്രേസാണ്. സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ, അതായത് നമ്മുടെ അമ്മയുടെ കഴിഞ്ഞ ഷോ നടന്നപ്പോൾ തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ എന്തോ ഉത്സവം കൊണ്ടുണ്ടായിരുന്നു. അപ്പൊ വെടിക്കെട്ട് നടക്കാണ് അവിടെ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചാണ്, ഈ വെടിക്കെട്ടൊക്കെ നമ്മുടെ സിനിമാ താരങ്ങൾ അവിടെ പോയി നടത്തിയാൽ എങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പൊ അന്ന് അവിടെ ഉണ്ടാവാതിരുന്ന ഒരാള് സുരേഷ് ചേട്ടനാണ്, സുരേഷ് ഗോപി ചേട്ടനാണ്. എല്ലാം സുരേഷ് ഗോപി ചേട്ടനോട് കൊടുക്കുന്ന വിചാരിക്കില്ല. ഞാൻ ഒരുപാട് അരി മേടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെ അനുകരിച്ച്. അപ്പൊ ഈ സുരേഷ് ചേട്ടൻ വന്നിട്ട് ഈ എലിവാണം വിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ ചിന്തിച്ച്. അപ്പൊ എനിക്ക് വന്നൊരു ഐഡിയ ആണ്. ആദ്യം തന്നെ ചൂട്ടെടുത്തിട്ട് ഈ സ്ഥലം ഒന്ന് പോരട്ടോ, നല്ല അഡ്ജസ്റ്റ് ചെയ്യാണ് ഞാൻ. എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്, ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം നിങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ വരാം. ധാ വരുന്നു എന്റെ പേരിലുള്ള എലിവാണം. അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്. അപ്പോ ഇത് സുരേഷേട്ടന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു. അപ്പൊ പറഞ്ഞ്, നീ എന്നെ മാത്രം അനുകരിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, വേറെ ആൾക്കാരുണ്ടല്ലോ, അവരും പൊട്ടിക്കട്ടെ. മമ്മൂക്കനെ പൊട്ടിക്കണം, മമ്മൂക്ക എന്തെങ്കിലും പൊട്ടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കണം, മമ്മൂക്കനെ കൊണ്ട് എന്തെങ്കിലും പൊട്ടിപ്പിക്കണം. അപ്പൊ ഞാൻ അവിടെ വെച്ച് ഞാൻ സുരാജായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യും, ഓലപ്പടക്കം മമ്മൂക്ക കൊടുക്ക്, പടക്കം പോലത്തെ ശബ്ദമുള്ളതെന്ന് പറയും. അപ്പൊ മമ്മൂക്ക വന്നിട്ട് പൊട്ടിച്ച, എന്റെ കയ്യിലിരിക്കുന്നത് ചൂട്ടാണ്, ഞാൻ ഈ കൈ മുന്നിലേക്ക് എടുത്താൽ പൊള്ളും, അതുകൊണ്ട് എടുക്കുന്നില്ല. ദാ വരുന്നു എന്റെ പേരിലുള്ള ഓലപ്പടക്കം. അദ്ദേഹം പിടിച്ചിട്ട് അദ്ദേഹം തന്നെ പിടിച്ചിച്ച്. അപ്പോ രാഷ്ട്രീയക്കാർ ഇപ്പോ സിനിമാക്കാരുടെ ഒപ്പം അവരും താരങ്ങളാണ്. അതെ. അപ്പൊ AK ആന്റണി സാർ വന്നിട്ട് ഈ എലിവാണം വിട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ വളരെ പൈശാചികവും മൃഗവുമായ ഒരു കൊച്ചെലിവാണ്. ഭയങ്കര ശബ്ദമായിരിക്കും, എല്ലാവരും ചെയ്വത്തി പിടിച്ചോളൂ. ഇത്രയേ ഉള്ളൂ, ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ, എനിക്ക് ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ. എപ്പോഴും പുള്ളിക്ക് ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് അത്ര ചെറിയൊരെണ്ണം. അപ്പൊ അത് വേറൊരു ഷെയ്ഡിൽ ഞാൻ അവതരിപ്പിച്ച സംഭവമാണത്. പിന്നെ ആർക്കുണ്ട് അങ്ങനെ വെടിക്കെട്ട് നടത്താൻ പറഞ്ഞെങ്കിൽ എനിക്ക് സ്റ്റേജിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പൊ ഒരു സാമ്പിള് വെടിക്കെട്ട് മാത്രമേ നടത്തുള്ളൂ, എല്ലാത്തിന്റെ ഒരു അംശം. ഇനിയിപ്പോ ഉമ്മൻചാണ്ടി സാറിന് പറ്റുന്നത് നിൽക്കുന്നത് ഈ ചക്രമില്ലേ, എന്താണ് പറയുന്നതെന്ന് മനസ്സിലാവില്ലല്ലോ. എന്താ സംഭവിച്ചെന്ന് ഒരു അങ്ങനെ പോകുന്നു. ഇത് നല്ല ഒബ്സർവേഷൻ വേണം, ക്രിയേറ്റിവിറ്റി വേണം, അല്ലെ? എന്തൊക്കെ രീതിയിൽ മാറ്റാൻ മറിക്കാം, എന്തൊക്കെ രീതിയിലേക്ക് ചിന്തിക്കാം എന്നൊക്കെ ഉള്ള നല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ, എങ്കിലേ നിലനിൽക്കാൻ പറ്റൂ, അല്ലേ? അവിടെ അപ്ഡേറ്റ് ആവണം. ഇനിയിപ്പം സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ കുറയ്ക്കണം, കാരണം സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ സുരാജൊക്കെ എപ്പോഴും സെറ്റിൽ വന്നിരുന്ന ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു. അതെനിക്ക് പറ്റില്ല. ആ പ്രോഗ്രാമിനും പോകണം, സിനിമയും ചെയ്യണം. ഞാനൊരു സിനിമയും ഒരെണ്ണം മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോ 36 ദിവസം ഇവിടെ തന്നെയായിരുന്നു. അവസാനം ഭാര്യ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തി. എന്താണ് ഇവിടുത്തെ സിനിമ? അപ്പൊ ഇവിടുന്ന് അടുത്ത് എനിക്ക് അങ്ങനെ ഓടാൻ പറ്റില്ല, എനിക്ക് ഒരു മാടപ്രാവിന്റെ ഹൃദയമാണ് ചിലപ്പോ. ശരി, അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്നിട്ട് മാടപ്രാവിനെ വറുത്തടിച്ച് തിന്നൂന്നല്ല, പക്ഷെ എനിക്ക് ടെൻഷൻ എടുത്തിട്ട് ഓടാൻ പറ്റില്ല, എനിക്ക് തലവേദന കാര്യങ്ങളൊക്കെ വരും. അപ്പൊ സമാധാനമായിട്ട് നിന്നൊരു ക്യാരക്ടർ ചെയ്യാന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കട്ടെ. അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആവശ്യമാണ്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു പച്ചക്കുതിര. ടിനി ടോമും ഭാര്യ രൂപയുമാണ് എന്നോടൊപ്പം ഇപ്പോ മത്സരവേദിയിലുള്ളത്. 3 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം പറഞ്ഞു, 4000 രൂപ സമ്മാനമായി നേടിക്കഴിഞ്ഞു.
അടുത്തത് 8,000 രൂപയ്ക്കുള്ള ദുബായ് ഗോൾഡ് സൂക്ക് നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കേണ്ട 4ാമത്തെ ചോദ്യമാണ്. 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് രൂപയാണ്. ഇനി വേണമെങ്കിൽ പറഞ്ഞു കൊടുത്തോളൂ. രൂപ അങ്ങനെ ഒരു ഉത്തരവും പറയാതിരുന്നാൽ ശരിയാവില്ല. രൂപ പറഞ്ഞു തരുന്നുണ്ട്, ഇടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇനി പറയിപ്പിക്കാം. ഇനി നമുക്ക് ടിനി പറഞ്ഞു കൊടുത്തിട്ട് രൂപയെ കൊണ്ട് പറയിപ്പിക്കാം. ഓക്കെ, 4ാമത്തെ ചോദ്യം ചോദിക്കട്ടെ. പച്ചക്കുതിര, 4ാമത്തെ ചോദ്യം. സത്യമേവ ജയതേ എന്ന വാക്ക് താഴെ പറയുന്നവയിൽ ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? പച്ചക്കുതിര, ഓപ്ഷൻ എ ഋഗ്വേദം, ബി ഭഗവത്ഗീത, സി മുണ്ടകോപനിഷത്ത്, ഡി മത്സ്യപുരാണം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അവർക്ക് പറ്റിയത് തന്നെയാണുള്ളത്. മലയാളത്തിന്റെ ഉച്ചാരണം കേൾക്കാൻ പറയട്ടെ? പറഞ്ഞോളൂ. ഓപ്ഷൻ സി മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്ത് ഒരു ഉപനിഷത്താണത്. സി മുണ്ടകോപനിഷത്ത്. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, സി മുണ്ടകോപനിഷത്ത്. പച്ചക്കുതിരയോട് ചോദിക്കാം. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? മുണ്ടകോപനിഷത്ത് ശരിയായ ഉത്തരമാണ്. സത്യമേവ ജയതേ എന്ന വാക്കാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തോടൊപ്പം എഴുതിയിരിക്കുന്നത്. എന്നും സത്യം ജയിക്കട്ടെ എന്നാണ്. സത്യമേ എന്നും ജയിക്കുകയുള്ളൂ എന്നാണ്. അപ്പൊ സത്യം ജയിച്ചു. 8,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കുകയും ചെയ്തു. നല്ലൊരു ഭാരമാണ് ഇട്ടുകൊടുത്തത്. ദൃഷ്ടദ്യുമ്നൻ എന്നൊക്കെ പറയുന്ന പോലെ. ഞാനും ഓർത്തില്ല. ഫ്രണ്ട്സൊക്കെ ഗുജറാത്തികളും അങ്ങനെയുള്ളൊരു സ്കൂളിലൊക്കെയാണ് പഠിച്ചത്. അവന്റെ മലയാളമായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നില്ല. അതാ പറ്റിയത്. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മുണ്ടകോപനിഷത്ത് എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അത് ഒരു ഉപനിഷത്തിന്റെ പേരാണെന്നും മുണ്ടകോ എന്നാണ് അതിന്റെ പേരെന്ന് മനസ്സിലാക്കിയാൽ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതല്ലെങ്കിൽ നേരത്തെ വായിച്ച പോലെ മുണ്ടകോ എന്ന് പറയേണ്ടി വരും. അതൊരു പണ്ടൊരു ഹോട്ടലിന്റെ മുമ്പിൽ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ചപ്പ ഡുപ്പോ ഡപ്പേ ഡും. ചപ്പാട് പോടപ്പെടും എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ അത് എഴുതി ഇപ്പം ചപ്പ ഡുപ്പേ ഡപ്പോ ഡും എന്നായി. അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇപ്പൊ ഈ തിയേറ്ററിലൊക്കെ ഇംഗ്ലീഷിലുള്ള മലയാളം സിനിമയുടെ പേര് എഴുതുന്നത്. അപ്പൊ വിയറ്റ്നാം കോളനി വന്നപ്പോ നമ്മുടെ കൂട്ടുകാരൻ വായിച്ചതാ. കുറെ നേരം ഇങ്ങനെ നോക്കിയിട്ട് ഇത് ഏത് പടോടാ? വൈറ്റമിൻ കൊളോണിയ. വൈറ്റമിൻ കൊളോണിയ. അങ്ങനെയുണ്ട്. ഇംഗ്ലീഷ് എഴുതി കഴിയുമ്പം കല കാളയായി മാറും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മാറിപ്പോവും. അപ്പൊ ഏതായാലും തമാശകൾക്കിടയിലൂടെ ഇങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്നുള്ള സത്യം കൂടെ ഓർക്കണം. സത്യമേവ ജയതേ. ഓക്കെ, അടുത്തത് ഇപ്പൊ എത്ര രൂപക്കുള്ള സമ്മാനം കിട്ടി? 8,000 കിട്ടി. അടുത്ത എത്രയാണെന്നറിയാമോ? 16,000 ആണ്. അടുത്ത ഉത്തരം പറഞ്ഞാൽ ഡബിൾ ആവുകയാണ്. 16,000 രൂപയ്ക്കുള്ള സമ്മാനവുമായി അടുത്ത ചോദ്യത്തിലേക്ക്. പച്ചക്കുതിര, 5ാമത്തെ ചോദ്യം. ഉമാകാന്ത് ഗുന്ദേച്ച, രമാകാന്ത് ഗുന്ദേച്ച എന്നിവർ ഏത് തരത്തിലാണ് പ്രശസ്തർ? പച്ചക്കുതിര, ഓപ്ഷൻസ് എ തബല, ബി ദ്രുപദ് വോക്കലിസ്റ്റ്, സി സെലോ പ്ലേയേഴ്സ്, ഡി കർണാട്ടിക് ഡാൻസേഴ്സ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 30 സെക്കൻഡ് ഉണ്ട്. ഉമാകാന്ത് ഗുന്ദേച്ചയും രമാകാന്ത് ഗുന്ദേച്ചയും കർണാട്ടിക് ഡാൻസേഴ്സ് ആയിരുന്നോ, അതോ തബലിസ്റ്റ് ആയിരുന്നോ, സെല്ലോ പ്ലേയേഴ്സ് ആയിരുന്നോ, ദ്രുപദ് വോക്കലിസ്റ്റ് ആയിരുന്നോ? ഇത് ഞാൻ അറിയുന്നത് ലാലേട്ടനിലൂടെയാണ്. ദ്രുപദിന്റെ താളവും ഉമ്മ അല്ലേ? ദ്രുപദ് വോക്കലിസ്റ്റാണ്. ബി ദ്രുപദ് വോക്കലിസ്റ്റ്. കൺഫേം ചെയ്യാമോ? ഞങ്ങൾ കൺഫേം ചെയ്യുന്നു, ബി ദ്രുപദ് വോക്കലിസ്റ്റ്. എങ്ങനെയാണ് മോഹൻലാൽ അത് പറഞ്ഞത്? ലാലേട്ടന്റെ ശബ്ദം ഇരിക്കാൻ എനിക്ക് പറ്റില്ല. അതെയോ? രൂപത്തിൽ ഞാനിങ്ങനെ വന്ന് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചു. അതൊരു രസമുണ്ടായി. പണ്ട് ഞാൻ ഈ വണ്ണമൊന്നും ഉണ്ടായിരുന്നില്ല, ശരിക്കും ക്ഷീണിച്ചായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ ലാലേട്ടൻ സ്പടികയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട്, മണിച്ചേട്ടനുണ്ട്, കലാപമണിയൊക്കെ ഉണ്ട്. അപ്പൊ തിരിഞ്ഞു വന്നപ്പോ കറക്റ്റ് ഫേസൊക്കെ സ്വർഗലോകത്ത് ഭൂമിയിലേക്കുള്ള പോലെ സുന്ദരിമാരായ പെൺപിള്ളേരുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ മുണ്ടങ്ങോട്ട് മടക്കി കുത്തി ഇങ്ങനെ നിന്നപ്പോ എന്റെ കാല് ഭയങ്കര ക്ഷീണിച്ചതായി. ഇപ്പോഴും അത്ര വണ്ണമൊന്നുമില്ല.
അപ്പൊ ഉള്ള കാര്യം പറയല്ലോ. അപ്പൊ സ്റ്റേജിൽ വന്നിരുന്നപ്പോ ഫ്രണ്ടിൽ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെന്താണ് പോളിയോ വന്ന മോഹൻലാലാന്ന് ചോദിച്ചു. എനിക്ക് പിന്നെ ഒരു അക്ഷരം മിണ്ടാൻ പറ്റിയില്ല. ഞാൻ ഈ പുലി വന്ന പോലെ വന്നിട്ട് എലിയുടെ പോലെ പോയി. കാരണം മിണ്ടാനും പറ്റണില്ല. ഭയങ്കര കൈയിടിയൊക്കെ ആയിരുന്നു. പക്ഷെ വന്ന് ഇങ്ങനെ നിന്നോടൊരു ഫുൾ കൂവലായി. അപ്പം കലാഭവൻ ഇതെന്താണ് പറ്റിയെന്ന് വെച്ച് ഞാൻ ഒന്നും പറയണ്ട, പോളിയോ വന്ന മോഹൻലാലാണെന്ന് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന്. അപ്പൊ ലാലേട്ടൻ എന്തായാലും ഒരു ബോൺ ആർട്ടിസ്റ്റ് നമുക്ക് അവകാശപ്പെടാവുന്ന. അപ്പൊ അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഇതെല്ലാം ഓർമ്മയുണ്ട്. പക്ഷെ അത് അതിന്റെ ശബ്ദം ഒരുപാട് ട്രൈ ചെയ്തിട്ടും കിട്ടാത്തൊരു ശബ്ദമാണ്. ചില ആൾക്കാർക്ക് എനിക്കിങ്ങനെ രോമൊക്കെ പൊങ്ങും ഇങ്ങനെ പലരും ഇമിറ്റേറ്റ് കേൾക്കുമ്പോൾ. അതെനിക്ക് ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. പിന്നെ ഇതുപോലെ ഇങ്ങനെ തട്ടി എന്താ പറയാ കൊച്ചുക്കള്ളി ചുണ്ടൊക്കെ ചോപ്പിച്ച് അങ്ങനെയൊക്കെ പറയാന്നല്ലാതെ കറക്റ്റ് ടോണിൽ വോയിസ് കിട്ടിയിട്ടില്ല ഇതുവരെ അല്ലേ? ഓക്കെ. ഏതായാലും ഈ ഒരു അവസരത്തിൽ മോഹൻലാലിന്റെ ശബ്ദത്തിൽ നമ്മൾ ധ്രുപദിന്റെ എന്ന് ലാല് പറയുന്ന ആ ധ്രുപദ് ഓർമ്മ വന്നു അല്ലേ? അതെ അതെ. അപ്പോ ഉമാകാന്ത് ഗുന്ദേച്ചയും രമാകാന്ത് ഗുന്ദേച്ചയും ധ്രുപദ് വോക്കലിസ്റ്റ് എന്നാണ് ടിനിയും രൂപയും പറയുന്നത്. പച്ചക്കുതിര ഏതാണ് ശരിയായ ഉത്തരം? ശരി ഉത്തരമാണ്. ഓപ്ഷൻ ബി ധ്രുപദ് വോക്കലിസ്റ്റ് ആണ്. ഗുന്ദേച്ച സഹോദരങ്ങൾ എന്നറിയപ്പെടുന്നവർക്ക് 2012 പത്മശ്രീ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. മധ്യപ്രദേശിലെ ഉജ്ജയിനിയിലാണ് ഇവർ ജനിച്ചത്. അപ്പോ ഉമാകാന്ത് ഗുന്ദേച്ചയും രമാകാന്ത് ഗുന്ദേച്ചയും കൂടി 16,000 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് പോയി. അടുത്തത് 32,000 രൂപ സമ്മാനമായി ലഭിക്കേണ്ട ഒരു ചോദ്യമാണ്. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. നമ്മൾ 16,000 ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ഉത്തരം തെറ്റിപ്പോയാൽ 16 എന്നുള്ളത് 8,000 ചുരുങ്ങിപ്പോകും. ഇതൊരു ചെറിയ ഹേർഡിലാണ്. അപ്പൊ കറക്റ്റായിട്ട് ഉത്തരം പറയണം. എങ്കിലേ നമ്മൾ 32,000 ചാടി കടക്കുകയുള്ളൂ. ആ ചോദ്യത്തിന് മുമ്പൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പോ പെട്ടെന്ന് ഇതുപോലൊരു ബ്രേക്ക് കിട്ടി സിനിമയിൽ വളരെ സജീവമായി നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചു. അത് എത്രയോ കാലമായിട്ട് സാധിക്കാത്ത ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾ മറ്റു പലരുമുണ്ട്. ഇതിനേക്കാൾ മുമ്പ് ഈ മേഖലയിലേക്ക് വന്ന് വളരെ പോപ്പുലറായ മിമിക്രി താരങ്ങൾക്കും ചിലപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയിട്ടില്ല. നമ്മളെ ഒരു പരിധിവരെ നമ്മുടെ ഭാഗ്യമൊക്കെയാണ്, നമ്മുടെ തലയിലെഴുത്തുമല്ല. അപ്പൊ അങ്ങനൊരു ഒരു സിനിമയിലേക്ക് ഇതുപോലെ ഒരു വാതിൽ തുറന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അടുത്തൊരു ശ്രമം? ഈ സിനിമ നടനാവണമെന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ടിനിയ. അതാണ് ഞാനങ്ങനെ അന്വേഷിച്ച് നടന്നില്ല. ഒന്നാമത് മറ്റുള്ളവർക്ക് ശല്യമായി തീരും എന്നുള്ളൊരു ഇത് എപ്പോഴും കോംപ്ലക്സ് ജന്മന എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരാൾക്ക് ശല്യമായി തീരുന്നു എന്ന് എനിക്ക് മനസ്സിലാവും. അതാണ് ഏറ്റവും നല്ല സെൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് എന്താണ് അതെനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടറിന്റെ അടുത്ത് ഒരു പ്രാവശ്യം ചെന്നാൽ 2 പ്രാവശ്യം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ഇതാവും. ഒന്നാമത് ഞാനും പ്രവർത്തിക്കുന്ന മേഖല ഈ ക്രിയേഷനാണ്. ഈ സിനിമയിൽ ഇപ്പൊ തിരക്കായി എന്ന് പറയുന്നില്ലെങ്കിൽ ഞാനിപ്പോ ഫ്രീ ആയി ശരിക്കും പറഞ്ഞാല് ഒരു ഡയലോഗ് പറയാൻ വന്നിരിക്കുക എന്നുള്ളതാണ്. ടിവിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ നമുക്കറിയാം എന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം, അതിനുള്ള ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യണം, 300 രൂപ തരും, അതിൽ 450 ആർട്ടിസ്റ്റിനെ ഉൾപ്പെടുത്തണം, അതിന്റെ ഇടയ്ക്ക് ചായ വന്നിട്ടുണ്ടാവില്ല, ചായ എടുത്തുകൊണ്ട് വരണം. ഇതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഒരു വെയിലത്ത് നിന്നിട്ട് അപ്പൊ നട്ടുച്ചയ്ക്കൊക്കെ വെയിലത്ത് നിൽക്കുമ്പോൾ എന്റെ അടുത്ത് ഭാര്യനെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് അല്ല പറഞ്ഞു നേരിച്ച് കുഴപ്പമൊന്നുമില്ല. 6-7 വർഷമായി കല്യാണം. അപ്പൊ എന്റെ അടുത്ത് ഞാൻ വേർത്തൊലിച്ച് കഷ്ടപ്പെട്ട് വെക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് ചോദിക്കാണ്, ചേട്ടാ ചേട്ടന് ശരിക്കും എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ പിന്നെ പറഞ്ഞ വാക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയില്ല, നിഘണ്ടുവിലൊന്നും ഇല്ലാത്തതാണ്. പിന്നീട് എന്നെ ഇതുവരെയായിട്ട് ശല്യപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം. അപ്പൊ അത്രയ്ക്ക് ഞാൻ സഫർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പോ അതിന്റെയൊക്കെ ആയിരിക്കാം ഇപ്പൊ സിനിമയിലേക്ക് വരാനുള്ളൊരു അവസരം. പിന്നെ ഒരൊറ്റ തവണ മാത്രമേ ഞാൻ ഇങ്ങനൊരു അവസരം ചോദിച്ചിട്ടുള്ളൂ. അത് ഡയറക്ടർ രഞ്ജിത്തിനോട് തന്നെയാണ്. പാലേരി മാണിക്യത്തിന്റെ ഷൂട്ടിങ്ങിന് ഞാൻ അവിടെ വന്നിരുന്നല്ലോ. അപ്പൊ ഇക്കൊക്കെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതില് 3 ഗെറ്റപ്പ് ഉണ്ട് മമ്മൂക്കൊക്കെ. അപ്പൊ അതിലൊരു ആള് ഞാനാണ്. അപ്പോ എന്റെ ബോഡി കൊടുത്തു കഴിഞ്ഞ് എന്റെ ശബ്ദം ഞാൻ കൊടുത്തു. കുട്ടിച്ചറാങ്ക് എന്ന് പറയുന്ന ചിത്രത്തിൽ വില്ലിനെ ഡബ് ചെയ്ത് ഞാനാണ്. നമുക്ക് വിളിച്ച് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു, ഗംഭീരമായിട്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു ശരീരം ശബ്ദവും വിറ്റ് എന്റെ മുഖം കൂടി കാണിക്കാൻ ഒരു അവസരം തരുമെന്ന് രഞ്ജിത്ത് സാറിനോട് പറഞ്ഞപ്പോ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ പരിഗണിക്കാം എന്ന് പറഞ്ഞു. മുഖം പറഞ്ഞു ഇവനെന്തെങ്കിലും വേഷം കൊടുക്കുന്നു പറഞ്ഞു. പക്ഷെ കൊടുക്കുന്ന പറഞ്ഞതിനൊരു സിംഹഗർജനം തന്നെയായിരുന്നു. അത് പറയേണ്ടവർ പറയേണ്ട രീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുന്നു. അങ്ങനെയാണ് എനിക്ക് പ്രാഞ്ചിയായിട്ടുള്ളൊരു നല്ലൊരു ബ്രേക്ക് കിട്ടിയ ഒരു ക്യാരക്ടർ കിട്ടിയത്. അപ്പോ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ടി വിയിലാണെങ്കിലും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഏത് മേഖലയിലാണെങ്കിലും. ഇപ്പോ തെരുവ് സർക്കസ് ആണെങ്കിൽ അവൻ കലാകാരനാണ്. അവൻ ബിഗ് സ്ക്രീനിൽ വന്നില്ല എന്ന് വെച്ചാൽ കലാകാരനല്ലാതെ ആവില്ല.
പക്ഷെ ഒരു സ്റ്റാർ വാല്യൂ കിട്ടുന്നതാണ് ഈ സ്ക്രീനിൽ വരുമ്പോഴായിരിക്കാം. പക്ഷേ തെരുവിൽ സർക്കസ് ചെയ്യുന്നവനും നമ്മൾ അംഗീകരിക്കണം. അവൻ കഴിവുള്ളവനാണ്. അവൻ ചെയ്യുന്ന പ്രതലം മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഞാൻ എവിടെയാണെങ്കിലും, തെരുവിലാണെങ്കിലും ഇതാണെങ്കിലും, ഒരു കലാകാരനായിട്ടാണ് ഞാൻ ജന്മമെടുത്തിരിക്കുന്നത്. ഞാൻ അങ്ങനെ ജീവിച്ചു പോകുന്നുള്ളതാണ്. പക്ഷെ എന്റെ സ്വപ്നം സിനിമ തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. വരാൻ പറ്റാത്തവര് അവർക്കൊരു സമയമുണ്ടാവും. എല്ലാം മാവ് ഒരുമിച്ച് പൂക്കുമല്ലോ, പല സമയത്താണ്. അപ്പോ അവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം അവന്റേതായി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവാനുഗ്രഹത്തോടുകൂടി ജീവിക്കുകയാണെങ്കിൽ എത്തുമായിരിക്കും. ഈ പച്ചക്കുതിരെ പിടിക്കാൻ നടന്നാൽ നമുക്ക് കിട്ടില്ല. അത് വന്നിരിക്കണം നമ്മുടെ പുറത്ത്. ശരിയുടെയും നന്മയുടെയും പുറത്ത് വന്ന് ഇരുന്നാലേ നമുക്ക് കിട്ടുള്ളൂ. പിടിക്കാൻ നടക്കില്ല. അതുപോലെ തന്നെ അവസരം കിട്ടുന്നത് നമ്മൾ വിനിയോഗിക്കണം. അതിൽ ഞാൻ ഏറ്റവും വലിയ ഉദാഹരണം കാണുന്നത് സിദ്ദിഖ സന്ദേശത്തിലെ ഒരു ഒറ്റ ഡയലോഗിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കരഞ്ഞുപോയി. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളൊരു അത്ഭുതമാണത്. അപ്പൊ ആ കിട്ടിയ ഒരു എന്റെ അമ്മ അധ്വാനിച്ചിട്ട് ഒരു 2 നോട്ട് അഴുക്ക്, അതൊക്കെ മനസ്സിൽ ഓർത്തിരിക്കണമെങ്കിൽ അതൊക്കെ എന്നെ ടച്ച് ചെയ്ത ചില കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് നമ്മൾ വിനിയോഗിക്കണം. അതിന് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുക. അതിന് ഹാർഡ് വർക്കും ഹോംവർക്കും ഒക്കെ ആവശ്യമാണ്. എല്ലാവരും കണ്ടു പഠിക്കണം. നമുക്ക് നമ്മുടേതായ ശൈലിയാണ്. ഇപ്പൊ ഈ പ്രാഞ്ചിയേട്ടനിലെ തൃശ്ശൂർക്കാരനാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഇന്നസെന്റ് ഏട്ടനും അതുപോലെ തന്നെ കലാഭവൻ മണിയൊക്കെ വരും. പക്ഷെ അത് വന്നു കഴിഞ്ഞാൽ ഞാനല്ലാതായി തീരും. അപ്പൊ 3-ാമത്തെ ദിവസമാണ് രഞ്ജിത്ത് സാറിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞത്, നീ ഇന്നാണ് സുബ്രഹ്മണ്യൻ എന്ന കഥാപാത്രമായി മാറിയതെന്ന്. അപ്പൊ മമ്മൂക്കൻ രജോട്ടല്ല എല്ലാം അല്ല, സിനിമയിൽ വന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊന്നും അറിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത്. ഒരിക്കലും ഇതിനൊരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് 100% പെർഫെക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴും റെക്ടിഫൈ ചെയ്യാനും അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കണം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഞാൻ പലപ്പോഴും സംസാരിച്ചിങ്ങനെ വരുമ്പോൾ പച്ചക്കുതിരയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ട് അല്ലേ? അതെ. ഇവിടെ സമ്മാനങ്ങളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. രൂപയ്ക്ക് ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. അടുത്ത രൂപയ്ക്ക് സ്വന്തത്തിലെ താല്പര്യം, നമുക്ക് അനുഭവങ്ങളുള്ളതുകൊണ്ട് പറയാതിരിക്കാനും പറ്റില്ല. രൂപ നോക്കുന്നതല്ല, 32,000 രൂപ കിട്ടൂല്ല എന്നുള്ളത് വേണ്ട. അതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ചോദിച്ചോട്ടെ, അടുത്ത ചോദ്യം. പച്ചക്കുതിര, അടുത്ത ചോദ്യത്തിലേക്ക്. മധുര ഏത് രാജവംശത്തിന്റെ ആസ്ഥാനമായാണ് അറിയപ്പെട്ടിരുന്നത്? പച്ചക്കുതിര ഓപ്ഷൻ: എ രജപുത്ര, ബി പാണ്ഡ്യ, സി ചോള, ഡി പല്ലവ. യുവർ ടൈം സ്റ്റാർട്ട്സ്. രൂപ പറഞ്ഞു തന്നിട്ടുണ്ട്. രൂപയെ കൊണ്ട് തന്നെ പറയാം. അത് രൂപ ഏത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? എങ്ങനെ പറയുന്നു നോക്കാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി പാണ്ഡ്യ. പാണ്ഡ്യ കറക്റ്റായിട്ട് പറഞ്ഞു. കറക്റ്റായിട്ട് പറഞ്ഞു. ഓപ്ഷൻ ബി പാണ്ഡ്യ. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ഓപ്ഷൻ ബി പാണ്ഡ്യ. പാണ്ഡ്യ രാജവംശത്തിന്റെ ആസ്ഥാനമായാണ് മധുര അറിയപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത് അല്ലേ? പച്ചക്കുതിരോട് ചോദിക്കാം. 32,000 രൂപയാണ് കിട്ടേണ്ടത്. കിട്ടിയില്ലെങ്കിൽ 16 എന്നുള്ളത് 8 ചുരുങ്ങും. ഒന്നുകൂടെ ആലോചിച്ച് ഉത്തരം പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഇല്ല, ഇത് കറക്റ്റ് ആണോ? പച്ചക്കുതിരോട് പോലും ചോദിക്കണ്ട. ചോദിച്ചു, പക്ഷെ കറക്റ്റ് ബി ആണ്. ബി ആണ്. പാണ്ഡ്യ തന്നെയാണ്. മറ്റതെല്ലാം രാജവംശ, രജപുത്രരും ചോള രാജവംശം, പല്ലവ ഒക്കെ രാജവംശം തന്നെയാണ്. പല്ലവ പറയാമായിരുന്നു. ശരി, ഏതാണ് ശരിയായ ഉത്തരം എന്ന് പച്ചക്കുതിരോട് ചോദിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ചെറിയ ബ്രേക്ക് വളരെ അനിവാര്യമാണ്. സോ വി ആർ ഗോയിങ് ഫോർ എ വെരി ഷോർട്ട് കൊമേഴ്ഷ്യൽ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു ജോസ് ആലുക്കാസ് പച്ചക്കുതിര. 16,000 രൂപ നേടിക്കൊണ്ട് 32,000 രൂപയ്ക്കുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ടിനി ടോം ആൻഡ് രൂപ എന്റെ മുന്നിലിരിക്കുന്നത്. മധുര ഏത് രാജവംശത്തിന്റെ ആസ്ഥാനമായാണ് അറിയപ്പെട്ടിരുന്നത് എന്ന ചോദ്യത്തിന് പാണ്ഡ്യ രാജവംശത്തിന്റേതെന്നാണ് രൂപ ഉത്തരം പറഞ്ഞത്. ഇത് ശരിയാണോ എന്നാണ് അറിയേണ്ടത്. പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം. ഇതൊക്കെ എങ്ങനെ അറിയാം? പഠിച്ചിട്ടുണ്ട്, ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതെ. സൗത്ത് ഇന്ത്യയിൽ 16-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. യുദ്ധതന്ത്രങ്ങളിൽ ഇവർ നിപുണരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വൈഗ നദീതീരത്തായിരുന്നു ഈ പാണ്ഡ്യ രാജവംശത്തിന്റെ ആസ്ഥാനം. അവിടെയാണ് മധുര. കുരുക്ഷേത്ര യുദ്ധത്തിലുമൊക്കെ പാണ്ഡ്യരുടെ
പങ്കുണ്ടായിരുന്നു എന്നാണ് ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നത്. നീക്കപ്പെട്ടത് പാണ്ഡ്യവംശത്തിലാണെന്നാണ്. യുദ്ധതന്ത്രങ്ങൾ നന്നായിട്ട് മെനയാറുണ്ട് വീട്ടിൽ. യുദ്ധതന്ത്രങ്ങൾ മെനയാറുണ്ടെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നട്ടുച്ചയ്ക്ക് വിളിച്ചിട്ട് ചേട്ടൻ എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് ചോദിക്കില്ല. അത് വളരെ ഇന്നസെന്റ് ആയ ഒരാളെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് കല്യാണം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാതെ കുറെ ദിവസം അങ്ങോട്ടും ഇവിടെയൊക്കെ പോയി നടന്നപ്പോഴാണ് ചോദിച്ചത്. അബദ്ധവശാൽ ഒരു മെസ്സേജ് ഫോണിൽ വന്നാൽ മതി, പിന്നെ തീർന്നു. അബദ്ധവശാലത്തിന് അങ്ങനെ മെസ്സേജുകൾ വരുന്നത് അത് പറയാൻ പറ്റില്ലല്ലോ. നമ്മള് പല ആൾക്കാരല്ലേ നമ്മള് നമ്പർ മേടിച്ചിട്ട് പോണത്. വെറുതെ ഒരു മെസ്സേജ് ഇട്ടാ പോരെ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. വളരെ സിൻസിയറായി രൂപ ഇഷ്ടമുള്ള ആള് തന്നെയാണ് ടിനി, അല്ലേ? അപ്പൊ എല്ലാവരും പാർട്ട്നേഴ്സിനോട് സിൻസിയർ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ 32,000 രൂപ കിട്ടിക്കഴിഞ്ഞു. ഇനിതാ 64,000ന്റെ ചോദ്യവുമായിട്ട് പച്ചക്കുതിര റെഡിയാണ്. ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? ഓ റെഡി. പച്ചക്കുതിര അടുത്ത ചോദ്യത്തിലേക്ക്. ഹംഫ്രി ഡേവിയുടെ ലാബിൽ ബോട്ടിൽ വാഷറായി നിന്ന പയ്യൻ പിന്നീട് ലോകം കണ്ട ഏറ്റവും പ്രശസ്ത ശാസ്ത്രജ്ഞനായി മാറി. ആര്? പച്ചക്കുതിര ഓപ്ഷൻ: എ നീൽസ് ബോർ, ബി ഗ്ലെൻ സിബർഗ്, സി എഡിസൺ, ഡി മൈക്കിൾ ഫാരഡേ. യുവർ ടൈം ബിഗിൻസ്. മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ കൺഫേം ചെയ്തോട്ടെ. രൂപ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മളെന്ന് ഇപ്പൊ ആൾക്കാർക്ക് കാണാൻ പറ്റില്ലായിരുന്നു. ആ ഇലക്ട്രിസിറ്റി അതെ, ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. ഓക്കെ. അപ്പോ സമയം ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും കൺഫ്യൂഷന്റെ കാര്യമില്ല. ഞങ്ങൾ കൺഫേം ചെയ്യുന്നു ഡി മൈക്കിൾ ഫാരഡേ. മൈക്കിൾ ഫാരഡേ ആണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇലക്ട്രിസിറ്റി ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ അതെ, ലൈറ്റ്നിങ്ങിൽ കൂടെ ഇലക്ട്രിസിറ്റി ഉണ്ടാകും. ഇലക്ട്രിസിറ്റി കൃത്രിമമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കണ്ടക്ടർ മൂവ് ചെയ്താൽ, കണ്ടക്ടർ കറങ്ങിയാൽ അതിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും എന്ന് കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ ആണ്. കണ്ടുപിടിച്ചത് അവരാണെങ്കിൽ പവർ കട്ട് കണ്ടുപിടിച്ചത് നമ്മളാ, അല്ലെ? മലയാളികളായിരിക്കുള്ളൂ. പവർ കണ്ടുപിടിച്ചത് മൈക്കിൾ ഫാരഡേ. പവർ കട്ട് കണ്ടുപിടിച്ചത് നമ്മൾ മലയാളികളല്ല. നമുക്ക് പവർ കട്ട് പൊതുവെ കുറവാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഒരുപാട് സമയം പവർ കട്ടുണ്ട്. പവർ കട്ടിന് നമ്മൾ തന്നെയാണ് കാരണക്കാരൻ. ഒരു രാജ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇലക്ട്രിക് പവറിന് പരിമിതിയുണ്ട്. നമ്മൾ അതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുകയും അതിനേക്കാൾ കൂടുതൽ പവർ നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ പവർ ഇല്ലാതെ വരും. അതിന് നമ്മൾ പവർ കുറച്ച് യൂസ് ചെയ്യുക മാത്രമേ മാറുള്ളൂ. അത് നമ്മൾ ഭരണാധികാരികളെയോ ബോർഡിനെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബോർഡ് നമുക്ക് സപ്ലൈ തരാൻ റെഡിയാണ്. പക്ഷെ അവരുടെ കയ്യിൽ ആകെ ഉള്ളത് 500 മെഗാവാട്ടാണെങ്കിൽ നമ്മൾ 600 മെഗാവാട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ടിനിക്കൊക്കെ ആലോചിച്ചറിയാം, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരുന്നത് 3 ബൾബാണ്. 40ന്റെ 3 ബൾബ് ഉണ്ടാവും. സോ 120 വാട്ട്സാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇന്ന് അതേ സമയത്ത് നമ്മുടെ TV, ഫ്രിഡ്ജ് എല്ലാം 24 മണിക്കൂറും പ്രവർത്തിച്ചു. AC വെച്ചിട്ട് 2 കൂളറും കൂടി വെക്കും. അപ്പൊ ഒരുപാട് പവർ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ്, അത്രയും ഉൽപ്പാദനം രാജ്യത്തിന് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ പവർ കട്ടിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഉപയോഗം കുറയ്ക്കുക തന്നെ ലക്ഷ്യമുണ്ട്, ഉപയോഗം കുറയ്ക്കുക തന്നെ മാർഗമുണ്ട്. അപ്പൊ പച്ചക്കുതിരയോട് ചോദിക്കാം ശരിയായ ഉത്തരം ഏതാണ്. പച്ചക്കുതിര, ആരാണ് ആ പയ്യൻ? ശരിയായ ഉത്തരം ഏതാണെന്ന് പറഞ്ഞു തരൂ. മൈക്കിൾ ഫാരഡേ. ഡീറ്റെയിൽ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മൈക്കിൾ ഫാരഡേ തന്നെയാണ് ഇലക്ട്രിസിറ്റി കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കാമെന്ന് കണ്ടുപിടിച്ച. ആ ഇലക്ട്രിസിറ്റി കൊണ്ട് പിന്നീട് എന്തെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി, അല്ലേ? ജിനി പറഞ്ഞ പോലെ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നാൽ ആളുകൾക്ക് കാണാൻ സാധിക്കില്ല. ഇലക്ട്രിസിറ്റി കൊണ്ട് നമുക്ക് മറ്റ് എന്ത് എനർജികളെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുമെന്നെല്ലാം നമുക്ക് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ കണ്ടെത്താൻ സാധിച്ചത് ഇലക്ട്രിസിറ്റി കൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 64 നിന്നും 1,28,000 കുതിച്ചുചാട്ടമാണ്. 1,28,000 നേരത്തെ പറഞ്ഞ ഹേർഡിലുണ്ട്. 64 32 കുറഞ്ഞു പോകാതെയും നോക്കണം, സൂക്ഷിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക്. തിന്മ അരുത്, ഡോണ്ട് ബി ഈവിൾ എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനത്തിന്റേതാണ്? പച്ചക്കുതിര ഓപ്ഷൻ: എ ഇന്ത്യൻ കരസേന, ബി ഗൂഗിൾ, സി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഡി ഇൻഫോസിസ്. ഇതിൽ ഏതിന്റേതാണ് ഈ ആപ്തവാക്യം? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഡോണ്ട് ബി ഈവിൾ. നമ്മൾ നെറ്റൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നത് ഭാഗ്യമാണ്.
ഗൂഗിൾ. ഗൂഗിൾ. ആ, കൺഫേം ചെയ്യാം. ഗൂഗിളിന്റെ അവരുടെ വാക്കാണത്. കൺഫേം ചെയ്തോ? ആ, ആപ്തവാക്യം. ശരി, പച്ചക്കുതിര ഞങ്ങൾ കൺഫേം ചെയ്യുന്നു. ബി, ഗൂഗിൾ. അമിതാഭ് ബച്ചനാണ് ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ എങ്ങനെ ചോദിക്കും? അത് ഹിന്ദി വേറെ ആകണം. തിന്മാരുത് എന്ന ആപ്തവാക്യം ഏത് സ്ഥാപനത്തിന്റേതാണ് പറയുമ്പോ തന്നെ ഹാവോ പറഞ്ഞു. പക്ഷെ എന്തൊരു അതെ, എന്താ പറയാ, മാഗ്നറ്റിക് പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുമല്ലോ. അതുപോലെ ഒരാൾ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, ഞാൻ 60 വാക്കുകൾ ഉൾപ്പെട്ട ഒരു 10-12 വാചകങ്ങളാണ് സംസാരിക്കുന്നതെങ്കിൽ ആ 60 വാക്കുകളും ടിനിയുടെ മനസ്സിൽ പതിയണമെന്നാണ് പറയുന്നത്. ചില കുറെ സംസാരിക്കും, എന്തൊക്കെയോ പറഞ്ഞെന്നുള്ളത് നമുക്ക് മനസ്സിലാകുമല്ലോ, ഒട്ടും കണക്റ്റഡ് ആയിരിക്കില്ല. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി പോവും, വാചകത്തിനൊരു ഘടന ഉണ്ടാവില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോവും. പക്ഷേ ചിലർ പറയുമ്പോൾ നമുക്ക് മുഴുവനായി നമുക്ക് കിട്ടും. സംവിധായകൻ ഭരതേട്ടൻ അങ്ങനത്തെ ഒരാളായിരുന്നു. വളരെ കുറച്ചേ പറയുള്ളൂ, പക്ഷേ ഒരു സീൻ വിവരിച്ചു കൊടുത്താൽ, നമ്മൾ പെർഫോം ചെയ്യേണ്ട രീതി പറഞ്ഞു തന്നാൽ ഒരക്ഷരം പോലും നമുക്ക് മാറ്റിവെക്കേണ്ടി വരില്ല. ഭരതേട്ടൻ പറയുന്നത് മുഴുവനായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറും എന്നാണ് പറഞ്ഞത്. എനിക്ക് ഭരതേട്ടന്റെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, പക്ഷേ എന്റെ സഹപ്രവർത്തകരായ പലരും എന്റെ അടുത്ത് പറഞ്ഞു, ഉർവശി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഭരതേട്ടനൊരു കാര്യം പറഞ്ഞ് നമ്മുടെ കണ്ണിൽ നോക്കി സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് പതിയുമെന്നാണ് പറയുന്നത്. വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ അങ്ങനെയുള്ള പ്രത്യേകത. ഞാനെപ്പോഴും അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ചിലർ പറയുമ്പോൾ നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നും, എന്തൊരു മാഗ്നറ്റിക് ആണ്, നമ്മളെ ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അവരുടെ ഓരോ വാക്കുകളും. അതുകൊണ്ടാണ് ഈ ശ്രീ രവിശങ്കർക്കും സത്യസായി ബാബയ്ക്കും മാതാ അമൃതാനന്ദമയ്ക്കും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. അവർ പറയുന്നത് കേട്ടാൽ നമുക്ക് അത് മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക് കിട്ടും, പറയുന്നത് കാര്യവുമായിരിക്കും. ഈ ഓഷോ രജനീഷ് ഇപ്പൊ നെഗറ്റീവ് സൈഡ്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഫോളോവേഴ്സ് ഇല്ലേ? അത് പറയുന്ന നല്ല കാര്യങ്ങൾ ഒരുപാട്. ഒറ്റ വാചകം മാത്രം പോലെ, ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് ഫിയർ എന്ന് പറയുന്ന അങ്ങനൊരു ഒരു മാനസികാവസ്ഥ നമുക്ക് വന്നാൽ അതുപോലെ, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഒന്നിനെയും ഭയക്കുന്നുമില്ല, ആ ഒരവസ്ഥ വരാനാണ് ഏറ്റവും വലിയ പ്രയാസം. പറയാൻ സുഖമാണ്, പക്ഷേ പറയാൻ സുഖമാണ്, പ്രാവർത്തികമാക്കാനാണ് ബുദ്ധിമുട്ട്. ആ പറയുന്നത് സത്യമാകാൻ വലിയ ബുദ്ധിമുട്ടാണ്. പച്ചക്കുതിരോട് ചോദിക്കാം, 1,28,800 രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങളാണ് ഇതൊക്കെ, എവിടെ കൊണ്ടുപോയി ഇടുവാവോ ഇത്രയും സ്വർണ്ണമൊക്കെ? സ്വർണ്ണം ഒരുപാട് ഉപയോഗിക്കുന്ന ആളുമല്ല, എന്തായാലും കരുതി വെക്കാം നമുക്ക്, അല്ലേ? പച്ചക്കുതിര, ഏതാണ് ശരിയായ ഉത്തരം? ഗൂഗിൾ. ശരിയായ ഉത്തരമാണ്. 1,28,800 രൂപയാണ് സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ 1.5 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണാഭരണങ്ങൾ കിട്ടും. അടുത്തത് 2 ലക്ഷം രൂപ. 8 ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞു, 8നും ശരിയായ ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കടമ്പകളില്ല, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പച്ചക്കുതിര, 9ാമത്തെ ചോദ്യത്തിലേക്ക്. ഈ എപ്പിസോഡും മുഴുവനായി ടിനി ടോം തന്നെ എടുത്തുകൊണ്ട് പോയി. അടുത്ത എപ്പിസോഡിൽ കൂടി നമ്മൾ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ 1,28,800 രൂപ സമ്മാനമായി ലഭിച്ചു. അടുത്ത 2 ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയാനുള്ള അവസരവുമായിട്ട് പച്ചക്കുതിര വെയിറ്റ് ചെയ്യുകയാണ്. ഇന്നത്തേക്ക് നമുക്ക് തൽക്കാലം പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. വളരെ കുറച്ചു നേരം മാത്രം കാത്തിരുന്നാൽ മതി. അടുത്ത രാത്രി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്കെത്തും ടിനി ടോമിനുള്ള 2 ചോദ്യങ്ങളുമായി. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും ശുഭരാത്രി.